ഹലോ മൈ ബീറ്റ്സ്. ഇന്നലെ വൈകിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ കയ്യിൽ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ടെൻ്റ് അടിക്കാനായിട്ട് എന്ത് ചെയ്യുന്നൊരു മാർഗ്ഗമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പോയി ജോഷിയുടെ നിന്ന് ഒരു 2 ലൈറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ ഞാൻ നമ്മുടെ അടിമലത്തുറ കടപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാനിന്നലെ നൈറ്റ് ഒരു 10-10:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഇവിടെ വന്നൊരു ടെൻ്റൊക്കെ അടിച്ച് സംഭവം സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഇവിടെ കിടന്നങ്ങ് ഉറങ്ങി. എന്നിട്ട് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരും പരിപാടിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ടെൻറ്റ് പൊളിച്ച് ഇവിടെ നിന്ന് പോകണം. എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അടിപൊളി ലൊക്കേഷനാണ്. ഇന്നലെ അവിടെ കിടന്നതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. സംഭവം അടിപൊളിയാണ്, നൈസാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ആഴിമല ശിവക്ഷേത്രം. അതും നമുക്ക് പോകണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഞാനിന്നലെ അതുവഴിയാണ് വരാൻ വേണ്ടി നോക്കിയത്. പക്ഷേ അത് സംഭവം എനിക്ക് പോയി വഴി തെറ്റി. അവസാനം ഞാൻ വേറെ ഏതൊക്കെ വഴി കറങ്ങി തിരിഞ്ഞാണ് അവസാനം ഇവിടെ എത്തിയത്. ഞാൻ ആദ്യം ഇതിൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ശരിക്കും അടിപൊളി വൈബായിരുന്നു ഇന്നലെ. ഒരു നല്ലൊരു മൂഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കിടന്നുറങ്ങിയ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും വേറൊരു മൂഡാണ്. ശരിക്കും നിങ്ങളൊക്കെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഒരു മുൻവിധി ഇല്ലാതെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. പക്ഷേ എന്തായാലും എനിക്കിവിടെ എത്തി. ഇവിടെ ഈ സ്പോട്ടിൽ ഇന്നലെ കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു എനർജിയാണ് കിട്ടിയത്. രാവിലെ തന്നെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിൽക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയൊരു പരിപാടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ട്രിവാൻഡ്രത്ത് ജീവിച്ചിരുന്നിട്ട് ഈ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇത്ര രാവിലെ വന്ന് ഇങ്ങനെ ടെൻ്റ് അടിച്ച് കിടക്കുക എന്ന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇതെൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടിരുന്നത് ഞാൻ പണിക്ക് പോകുന്നതും പണി ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് പണി ചെയ്താൽ മാത്രമേ കുറച്ച് ഫണ്ടുകൾ കിട്ടൂ. ആ ഫണ്ടും അതുപോലെ തന്നെ ഞാൻ വെഡ്ഡിങ് ആണെങ്കിലും ഞാൻ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ചെയ്യുന്ന വർക്കുകൾ വെച്ചിട്ടുള്ള പൈസയിലാണ് ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാവലെന്ന് പറയാൻ പറ്റില്ല ശരിക്കും. ഞാനിപ്പോൾ എൻ്റെ നാട്ടിലെ ട്രിവാൻഡ്രത്ത് ഉള്ള സ്ഥലങ്ങളാണ് ഞാൻ പോയി കാണുന്നതും അവിടെ തങ്ങാനായിട്ട് ശ്രമിക്കുന്നതും. അപ്പോൾ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ ഇടാൻ നോക്കും. രാവിലെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കൊക്കുകൾ വെള്ളത്തിലിങ്ങനെ മുങ്ങി കളിക്കുന്നുണ്ട്. ഇതാണ് ആഴിമല ശിവക്ഷേത്രം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഞാൻ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് ഇപ്പോൾ വെള്ളം ഇങ്ങനെ കെട്ടി നിൽപ്പുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ പള്ളിയിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഞാൻ എണീറ്റത്. ഞാൻ ടെൻ്റ് അടിച്ചിരിക്കുന്നത് ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഈ സൈഡിലായിട്ടായിരുന്നു ഞാൻ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും ബ്യൂട്ടി അനുഭവപ്പെടുന്ന ഇതായിട്ടാണ് ശരിക്കും. ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നേരത്തെ ഈ വെള്ളം ഇല്ലായിരുന്നു. നേരത്തെ അപ്പുറ സൈഡിലായിരുന്നു. ഇപ്പോൾ ഈ വെള്ളം വന്നതുകൊണ്ട് രണ്ട് അപ്പുറത്ത് കടലിതായി. ഈ കടലിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇവിടെയും വെള്ളം ഭയങ്കരമായിട്ട് അടിപൊളി. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയും കുറേ കുറേ കൊക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊക്ക് ഇങ്ങനെ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ നിന്ന് മീനിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ഈ വിഷ്വലൂടെ എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ടെൻ്റൊക്കെ പൊളിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് പോയായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുളമുണ്ട്. ഞാൻ ആ കുളത്തിൽ പോയിട്ട് ഒന്ന് നന്നായിട്ട് കുളിച്ചിട്ട് എവിടെ പോകണമെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ എന്തായാലും നന്നായിട്ട് നല്ല വൃത്തിയിൽ തന്നെ കുളിച്ച് പെട്ടെന്ന് തന്നെ എൻ്റെ ഉണ്ടായിരുന്ന ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെയാണ് ഞാൻ അലക്കി. അപ്പോഴത്തേക്ക് അത് ഉണങ്ങി ഞാൻ അതും വീണ്ടും പാക്ക് ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ അതും എടുത്തിട്ട് നേരെ വണ്ടി കയറിയിട്ട് ഞാൻ എവിടെ പോകണമെന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ വണ്ടിയുടെ ഓരോരോ കണ്ടീഷൻസ്. വണ്ടിയിൽ പെട്രോൾ അടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടയർ ഏകദേശം തീർന്നിരിക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് നമ്മുടെ ഡ്രിമ്മ് വന്നിട്ട് ഒരു സൈഡ് പൊട്ടിപ്പോയി. പിന്നെ ഞാൻ ഈ ബാഗ് ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതും കറക്റ്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നായിരുന്നു. ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇന്നത്തെ മഴ കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്താണെന്നറിയില്ല. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം വരുന്നിടത്ത് വെച്ച്. എന്തായാലും യാത്രകൾ തുടരും.